Hi, welcome to Lenino. TRADESMAN Electrical MCQസിൻ്റെ മോഡ്യൂൾ 2 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മോഡ്യൂൾ 2-ൽ ഓംസ് ലോ, കിർച്ചോഫ്സ് ലോ, സെൽസ് ആൻഡ് ബാറ്ററീസ് അങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് വരുന്നത്. അതിന് സെൽസ് ആൻഡ് ബാറ്ററീസിൽ വരുന്ന ഫ്യൂ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. Question number 1. Which device converts sunlight into electrical energy? Options are option A photovoltaic cell, option B liquid crystal diode, option C light emitting diode, and option D light dependent resistor. Sunlight into electrical energy. Answer is option A photovoltaic cell. അപ്പോൾ ഫോട്ടോവോൾട്ടേക് സെല്ലിൻ്റെ മറ്റൊരു പേരാണ് സോളാർ സെൽ. നമ്മൾ ഒരു സോളാർ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ ഫോട്ടോവോൾട്ടൈക് സെൽസ് ഉണ്ടാവും. ഈ സെൽസ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അതിനെ ഇലക്ട്രിക്കൽ കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ചെറിയ ചെറിയ സെൽസ് വെച്ചിട്ട് ഈ ഓരോ സെല്ലും കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന കറൻസ് എല്ലാം കൂടി ആഡപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി പല ആവശ്യങ്ങൾക്കുമായിട്ട് യൂസ് ചെയ്യാൻ എടുക്കുന്നത്. ഇനി അടുത്ത ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്നത് ലിക്വിഡ് ക്രിസ്റ്റൽ ഡയോഡ്. ലിക്വിഡ് ക്രിസ്റ്റൽ ഡയോഡിന് LCD, പിന്നെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED. അത് രണ്ടും ഇമേജ് ക്രിയേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് LCD ആൻഡ് LED. അപ്പോൾ അതിൽ ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് LCDയിൽ ബാക്ക് ലൈറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫ്ലൂറസെൻറ്റ് ലൈറ്റ് ആണ്. പക്ഷേ LEDയുടെ കേസിൽ ബിഹൈൻഡ് ദ സ്ക്രീൻ യൂസ് ചെയ്യുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ആണ്. അപ്പോൾ ഇതിൽ പിക്ചർ ക്വാളിറ്റി കൂടുതലായിട്ടുള്ളത് LEDസിനാണ്. പിന്നെ തന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ, LDR. അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ MCQസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുന്ന ഒരു ടൈപ്പ് ഓഫ് റെസിസ്റ്ററാണ്. Question number 2. Based on which law secondary cell works? Options are option A Lenz's law, option B Joule's law, option C Faraday's laws of electrolysis, and option D Faraday's laws of electromagnetic induction. ഏത് ലോ അനുസരിച്ചാണ് സെക്കൻഡറി സെല്ല് വർക്ക് ചെയ്യുന്നത്? ആൻസർ ഇസ് ഓപ്ഷൻ സി ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ലെൻസസ് ലോ, ഇത് രണ്ടും മാഗ്നറ്റിക് ഫീൽഡിലെ EMFനെയും കറണ്ടിനെയും കുറിച്ച് പറയുന്നതാണ്. ജൂൾസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കണ്ടക്ടറിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹീറ്റിൻ്റെ എക്സ്പ്രഷൻ തരുന്ന ലോ ആണ്. സോ ഹിയർ our answer is Faraday's laws of electrolysis, option C. Faraday's laws of electrolysis-നകത്ത് രണ്ട് ലോസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ലോ, ഇലക്ട്രോളിസിസിൻ്റെ ടൈമിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസിൻ്റെ മാസ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിൽ കൂടെ പാസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് M ഈസ് പ്രൊപ്പോർഷണൽ ടു IT, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ദാറ്റ് ഈസ് I ഇൻറ്റു T. I ഈസ് ദ കറണ്ട് ആൻഡ് T ഈസ് ദ ടൈം. I into T എന്ന് പറയുന്നത് ചാർജ് Q ആണ്. സോ വി ക്യാൻ ഓൾസോ സേ M ഈസ് പ്രൊപ്പോർഷണൽ ടു Q. ഓർ വി ക്യാൻ റൈറ്റ് M ഈസ് ഈക്വൽ ടു ZIT. ഇതിൽ Z എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് ആണ്, വിച്ച് ഈസ് എ കോൺസ്റ്റൻറ്റ്. ആൻഡ് നെക്സ്റ്റ് സെക്കൻഡ് ലോ, ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ്സിൽ കൂടെ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ഇലക്ട്രോഡ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന എലമെൻസിൻ്റെ മാസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വലൻ്റ് വെയ്റ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് M ഈസ് പ്രൊപ്പോർഷണൽ ടു E. E ഈസ് ദ ഇക്വലൻ്റ് വെയ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് M ഈസ് പ്രൊപ്പോർഷണൽ ടു ZQ എന്ന് കിട്ടി. സെക്കൻഡ് ഇക്വേഷനിൽ M ഈസ് പ്രൊപ്പോർഷണൽ ടു E. സോ വി ക്യാൻ റൈറ്റ് Z ഈസ് പ്രൊപ്പോർഷണൽ ടു E. And we will get Z by E is equal to F. ഇതിൽ F is a constant. This Faraday's constant എന്നാണ് പറയുന്നത്. And its value is 96,500 coulomb per mole. ഇനി ഇക്വലൻ്റ് വെയിറ്റ് E കാണാനുള്ള ഇക്വേഷൻ അറ്റോമിക് വെയിറ്റ് ബൈ വാലൻസി, അത് ചെയ്യുമ്പോൾ ഇക്വലൻ്റ് വെയിറ്റ് കിട്ടും. Question number 3. How the capacity of batteries is specified? Option A volt, option B watt, option C volt ampere, and option D ampere hour. Capacity of batteries. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഇസ് ഓപ്ഷൻ D ആംപിയർ അവർ. അപ്പോൾ ആംപിയർ അവർ, 1 ആംപിയർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1 ആംപിയർ കറൻറ്റ് 1 അവർ ഫ്ലോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ചാർജ്. സോ ദാറ്റ് ഈസ് 1 ആംപിയർ അവർ. The capacity of batteries is specified in ampere hour. Question number 4. Which technique is used to control the corrosion of a metal surface? Options are option A, anodic protection, option B, cathodic protection, option C, electrolytic protection, option D, electrostatic protection. കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽസിനും നോൺ മെറ്റൽസിനും സംഭവിക്കുന്ന ഓക്സിഡേഷൻ. റസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് കൊറോഷൻ ആണ്. അതായത് ഇൻ പ്രസൻസ് ഓഫ് എയർ ആൻഡ് മോയ്സ്ചർ അയണിനുണ്ടാകുന്ന ഓക്സിഡേഷൻ, അതാണ് റസ്റ്റിംഗ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കൊറോഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് മെറ്റൽ സർഫസിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ക്വസ്റ്റ്യൻ. സോ our answer is option B, cathodic protection. Technique used to control the corrosion of a metal surface is cathodic protection. Question number 5. What is the name of defect that bending of plates in secondary cells? Options are option A, buckling, option B, local action, option C, partial short, and option D, hard sulfation. Bending of plates in secondary cells ഏത് ഡിഫക്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഇസ് ഓപ്ഷൻ എ, ബക്ലിംഗ്. അപ്പം ഇതിൽ കൊടുത്തിരിക്കുന്നതെല്ലാം സെൽസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഡിഫക്ട്സ് ആണ്. അപ്പം ഇവിടെ ബെൻഡിങ് ഓഫ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ബക്ലിംഗ് ആണ്. ഓവർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് കൊണ്ടാണ് ബക്ലിംഗ് ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ ബക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡിങ് ഓഫ് ഇലക്ട്രോഡ്സ്. ഇനി അതിൽ തന്നിരിക്കുന്ന വേറൊരു ഓപ്ഷനാണ് ലോക്കൽ ആക്ഷൻ. ഇപ്പോൾ ലോക്കൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് ഇലക്ട്രോഡ്സിൽ ഇമ്പ്യൂരിറ്റീസിൻ്റെ പ്രസൻസ് വരുമ്പോൾ അവിടെ ബാറ്ററി ഡിസ്ചാർജസ് എ കറണ്ട്, അതാണ് ലോക്കൽ ആക്ഷൻ. ഈ ലോക്കൽ ആക്ഷൻ ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ അമാൽഗമേറ്റിംഗ് സിങ്ക് വിത്ത് മെർക്കുറി. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന പാർഷ്യൽ ഷോർട്ട്. പാർഷ്യൽ ഷോർട്ട് എന്ന് പറഞ്ഞാൽ സെഡിമെൻറ്റേഷൻ, അതായത് പ്ലേറ്റ്സിൽ നിന്നുള്ള സെഡിമെൻറ്റ്സ് വീണിട്ട് ഇലക്ട്രോഡ്സ് ഷോർട്ട് ആവുന്നു, അങ്ങനെ അവിടെ ഓവർ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പാർഷ്യൽ ഷോർട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാറ്ററിയെ റീപ്ലേസ് ചെയ്യുക എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്ന ഹാർഡ് സൾഫേഷൻ. ഹാർഡ് സൾഫേഷൻ മീൻസ് സൾഫേഷൻ ഓഫ് ഇലക്ട്രോഡ്സ്, അത് ഓവർ ഡിസ്ചാർജിങ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ സൾഫേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ചാർജിങ് മെത്തേഡ് മാറ്റിയാൽ മതി. അതായത് ചാർജിങ് മെത്തേഡ് പറയുന്നത് പറയുന്നത് ട്രിക്കിൾ ചാർജ്. ട്രിക്കിൾ ചാർജ് മീൻസ് റീചാർജ് സെൽ ഫോർ എ ലോങ്ങർ പീരീഡ് അറ്റ് സ്ലോ റേറ്റ്. ഈ നെയിംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെ ഓരോ ഡിഫക്റ്റും ആ ഡിഫക്റ്റിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളതും എല്ലാം ഒന്ന് നോക്കി വെച്ചേക്കുക. Question number 6. What is the output voltage of lithium cell? Options are option A 1.2 volt, option B 1.5 volt, option C 1.8 volt and option D 2.5 volt. Lithium cellinde output voltage. Answer is option D 2.5 volt. Question number 7. Which electrolyte is used in carbon zinc tricells? Options are option A dilute sulfuric acid, option B ammonium chloride, option C potassium hydroxide and option D concentrated hydrochloric acid. അപ്പോൾ കാർബൺ സിങ്ക് ഡ്രൈ സെൽസ് അതിൽ വരുന്ന ഇലക്ട്രോലൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി അമോണിയം ക്ലോറൈഡ്. കാർബൺ സിങ്ക് ഡ്രൈ സെൽസിൻ്റെ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കാർബൺ ആണ്, അതുപോലെ നെഗറ്റീവ് ഇലക്ട്രോഡ് ഇസ് സിങ്ക്. ആൻഡ് ദ നോമിനൽ വോൾട്ടേജ് ഓഫ് ഡ്രൈ സെൽ ഇസ് 1.5 volt. Question number 8. What is the method of charging of the battery is to be charged for short duration at higher rate? Options are option A initial charge, option B boost charge, option C trickle charge and option D freshening charge. Charging for short duration at higher rate. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഇസ് ഓപ്ഷൻ ബി ബൂസ്റ്റ് ചാർജ്. ഇതിൽ ഓപ്ഷൻ സി ട്രിക്കിൾ ചാർജ് ഇതിന് മുന്നേ ചെയ്ത ഒരു MCQയിൽ പറഞ്ഞതാണ്. ട്രിക്കിൾ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് പീരീഡിലേക്ക് സ്ലോ റേറ്റിൽ ചാർജ് ചെയ്യുകയാണ്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ചാർജിങ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ അറ്റ് ഹയർ റേറ്റ് ആൻഡ് ദാറ്റ് ഈസ് ബൂസ്റ്റ് ചാർജ്. Question number 9. What is the outcome at the positive plate after the chemical reaction in lead acid battery during charging? Options are option A sponge lead, option B lead peroxide, option C lead sulfate and option D lead sulfate plus water.
ഇപ്പോൾ ചാർജിങ്ങിൻ്റെ ടൈമിൽ ലെഡ് ആസിഡ് ബാറ്ററിയുടെ പോസിറ്റീവ് പ്ലേറ്റിലെ ഔട്ട്കമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഇസ് ഓപ്ഷൻ ബി, ലെഡ് പെറോക്സൈഡ്. അത് ജസ്റ്റ് നമുക്ക് നോക്കാം. ചാർജിങ്ങിലും ഡിസ്ചാർജിങ്ങിലും ഈ ലെഡ് ആസിഡ് ബാറ്ററിയിലെ പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും. സോ ഇൻ എ ലെഡ് ആസിഡ് ബാറ്ററി ഡ്യൂറിങ് ചാർജിങ് പോസിറ്റീവ് പ്ലേറ്റ് ഈസ് ലെഡ് പെറോക്സൈഡ് ആൻഡ് നെഗറ്റീവ് പ്ലേറ്റ് ഈസ് ലെഡ്. അതുപോലെ ഡിസ്ചാർജിങ്ങിൻ്റെ ടൈമിൽ പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് ലെഡ് സൾഫേറ്റ് പ്ലസ് വാട്ടർ ആണ്, ആൻഡ് നെഗറ്റീവ് പ്ലേറ്റ് വിൽ ബി ലെഡ് സൾഫേറ്റ്. Question number 10. What is the total voltage of the circuit? Options are option A 1.5 volt, option B 6 volt, option C 7.5 volt and option D 9 volt. അപ്പോൾ ഇവിടെ കുറേ സെൽസ് പാരലലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സർക്യൂട്ടിൻ്റെ ടോട്ടൽ വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ സെല്ലിനും അക്രോസ് ആയിട്ട് 1.5 വോൾട്ട് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് ഓരോ സെല്ലിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് തന്നെയായിരിക്കും ടോട്ടൽ വോൾട്ടേജ് ഓഫ് ദ സർക്യൂട്ട്. സെയിം വോൾട്ടേജ് തന്നെയായിരിക്കും സർക്യൂട്ടിൽ വരുന്നത്. സോ അവർ ആൻസർ ഈസ് 1.5 വോൾട്ട്. ദറ്റ് ഈസ് ഓപ്ഷൻ എ. പാരലൽ കണക്ഷനിൽ സെയിം വോൾട്ടേജ് ആണ് ഓരോ സെല്ലിന് അക്രോസ് ആയിട്ടും അതുപോലെ സർക്യൂട്ടിൽ ടോട്ടലായിട്ടും വരുന്നത്. ഇനി സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഈ സെൽസിനെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് ഓഫ് ദ സർക്യൂട്ട് എന്ന് പറയുന്നത് ഓരോ സെൽസിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെ ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. Question number 11. Which effect causes by passing electric current in liquids? Options are option A heating, option B lighting, option C magnetic and option D chemical. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ലിക്വിഡ്സിൽ കൂടെ പാസ് ചെയ്യുമ്പോഴുള്ള എഫക്റ്റ്, ഡിഫറെൻറ്റ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കണ്ടക്റ്റിംഗ് ലിക്വിഡ്സിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോഴുള്ള എഫക്റ്റ് ഈസ് കെമിക്കൽ എഫക്റ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്, കെമിക്കൽ എഫക്റ്റ്. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടക്ടർ കൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, അവിടെ ഒരു ഹീറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു, ആൻഡ് ദാറ്റ് ഈസ് ദ ഹീറ്റിംഗ് എഫക്റ്റ്. ഇനി ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടക്ടർ കൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ദ കണ്ടക്ടർ ബിക്കംസ് വെരി ഹോട്ട് ആൻഡ് ഇറ്റ് വിൽ എമിറ്റ് ലൈറ്റ്. അതാണ് ലൈറ്റിംഗ് എഫക്റ്റ്. നമ്മുടെ ഇലക്ട്രിക് ബൾബിലൊക്കെ ഈ ലൈറ്റിംഗ് എഫക്റ്റ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ഈസ് മാഗ്നറ്റിക് എഫക്റ്റ്. മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്ന ടൈമിൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്, ആൻഡ് ദാറ്റ് ഈസ് ദ മാഗ്നറ്റിക് എഫക്റ്റ്. ഇനി ഒരു കണ്ടക്ടറിൽ ലിക്വിഡിൽ കൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റാണ് കെമിക്കൽ എഫക്റ്റ്. അതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. Question number 12. Which apparatus is used to check the charging condition of voltage in battery? Options are option A voltmeter, option B multimeter, option C hydrometer and option D high rate discharge tester. ബാറ്ററിയുടെ ചാർജിങ് കണ്ടീഷൻ ഓഫ് വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഇസ് ഓപ്ഷൻ ഡി ഹൈ റേറ്റ് ഡിസ്ചാർജ് tester. To check the charging condition of voltage in battery, we use high rate discharge tester. വോൾട്ട്മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിലെ രണ്ട് ടെർമിനൽസിന് ഇടയ്ക്കുള്ള വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് മൾട്ടിമീറ്റർ ഈസ് യൂസ് ടു മെഷർ വോൾട്ടേജ്, റെസിസ്റ്റൻസ്, കറണ്ട്, അങ്ങനെ മൾട്ടിപ്പിൾ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. നെക്സ്റ്റ് ഈസ് ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഹൈഡ്രോമീറ്റർ ആണ്. ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് ഇൻസ്ട്രുമെൻ്റ് യൂസ് ടു ചെക്ക് ചാർജിങ് കണ്ടീഷൻ ഓഫ് വോൾട്ടേജ് ഇൻ ബാറ്ററി. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 13. വിച്ച് പാർട്ട് ഈസ് ലൂസിങ് ഇലക്ട്രോൺ ഡ്യൂറിങ് ഇലക്ട്രോളിസിസ്? ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ കാഥോഡ്, ഓപ്ഷൻ ബി ആനോഡ്, ഓപ്ഷൻ സി ഇലക്ട്രോലൈറ്റ് ആൻഡ് ഓപ്ഷൻ ഡി സെപ്പറേറ്റർ. ഇപ്പോൾ ഇലക്ട്രോളിസിസിൻ്റെ ടൈമിൽ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്ന പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആനോഡ്. ഇലക്ട്രോളിസിസിൻ്റെ ടൈമിൽ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്ന പാർട്ട് കാഥോഡും ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്നത് ആനോഡിലുമാണ്. ഓർ വി ക്യാൻ സേ റിഡക്ഷൻ ഹാപ്പൻസ് ഇൻ കാഥോഡ് ആൻഡ് ഓക്സിഡേഷൻ ഹാപ്പൻസ് ഇൻ ആനോഡ്. Question number 14. What is the function of the fine selector switch in battery charger? Options are option A selection of current rating, option B selection of charging time, option C selection of voltage range and option D selection of charging method.
ഫൈൻ സെലക്ടർ സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ? ആൻസർ ഇസ് ഓപ്ഷൻ എ, സെലക്ഷൻ ഓഫ് കറന്റ് റേറ്റിംഗ്. Question number 15. What is the purpose of separator in lead acid battery? Options are: option A, to provide a path for electrolyte; option B, to hold the positive and negative plate firmly; option C, to avoid short in between the positive and negative plates; and option D, to keep positive and negative plate in a sequence array. സെപ്പറേറ്ററിൻ്റെ ഫംഗ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. സെപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പ്ലേറ്റിനും നെഗറ്റീവ് പ്ലേറ്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ്സ് പർപ്പസ് ഈസ് ടു അവോയ്ഡ് ഷോർട്ട് ഇൻ ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പ്ലേറ്റ്സ്. ആൻസർ ഈസ് ഓപ്ഷൻ സി. Separator is used to avoid short in between the positive and negative plates. Question number 16. Why the vent plug is kept open during charging of a battery? Options are: option A, to escape the gas freely; option B, to allow oxygen enter inside; option C, to check the level of electrolyte; option D, to check the color changes in the plates. During charging, vent plug is kept open. Why? That's the question. So our answer is option A, to escape the gas freely. Vent plug is kept open during charging to escape the gas freely. Option A ആണ് ആൻസർ വരുന്നത്. മൊഡ്യൂൾ 2-ൽ വരുന്ന സെൽസ് ആൻഡ് ബാറ്ററീസിൽ നിന്നുള്ള പോർഷൻസിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള MCQs ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി അതിൽ തന്നെ ഓംസ് ലോ, കിർച്ചോഫ്സ് ലോസ് അങ്ങനെ ഉള്ള പോർഷൻസ് കൂടെ വരുന്നുണ്ട്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.